ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ അർമേനിയയിൽ ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വന്നാലുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ചാണ്, ഒരു കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്ന റൂമാണ് ഈ കാണുന്നത്. ഇതേ കണ്ടില്ലേ, കാഴ്ചയിൽ അത്ര സുന്ദരമാണ് ഇവിടെ. നമുക്ക് ഇത്രയും നല്ല റൂമൊക്കെ കമ്പനി തരുന്നുണ്ട്, പക്ഷേ ഇതിലെ ഉള്ളിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇത്രയും റൂമുകളും കാര്യങ്ങളും ഉള്ളതായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അധികവും റൂമുകളും പ്രവർത്തനമില്ല, എല്ലാം ലോക്ക്ഡാണ്. നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഇവിടെ ഒരു 3 റൂമുകൾ മാത്രമേ ഇപ്പോൾ നിലവിലിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എങ്കിലും ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പുറത്ത് തന്നെ പോകണം. പുറത്ത് ഇത്രയും ദൂരം കഴിഞ്ഞത് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് ബാത്റൂമും വാഷ്റൂമും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കഠിനമായി ഈ മഞ്ഞ് വീഴ്ചയിലേക്ക് കണ്ടില്ല, ഇപ്പോഴും മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മഞ്ഞ് വീഴ്ചയിൽ നമ്മൾ രാത്രിയാണെങ്കിൽ തന്നെ ഇത്രയും തണുപ്പ് സഹിച്ചാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടത്. പല കമ്പനികളും ഫ്രീ അക്കോമഡേഷൻ തരുന്നത് ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ നല്ല റൂം കിട്ടും, പക്ഷേ നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ നിൽക്കേണ്ടത്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അർമേനിയയിലെ കാര്യമാണ് പറയുന്നത്, പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ അല്ലായിരിക്കും. പല കമ്പനികളും പല രീതിക്കാണ് റൂമും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, അത്രയ്ക്ക് മഞ്ഞാണ്. ഈ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇത്രയും മഞ്ഞ് നമുക്ക് ആദ്യം നമുക്ക് കുറേശ്ശെയാണ് ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒറ്റയടിക്ക് ഇത്രയും മഞ്ഞൊന്നും നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വരുമ്പോൾ, അതായത് തണുപ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമുക്കത് വലിയ പാടായിരിക്കും. പിന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഡ്രസ്സ് വിരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അവിടെ ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. അത്രയും ദൂരം നമ്മൾ പോകേണ്ടി വരും. ഇത്രയും ദൂരം പോകണം ഇവിടുന്ന്. ഇതാ കണ്ടില്ലേ, ഇത്രയും ദൂരം നമ്മളിങ്ങനെ നടന്നു വേണം പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ സ്നോ നമ്മൾ ആദ്യം വീഴുമ്പോൾ നല്ല തണുപ്പായിരിക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നാട്ടിലെ പോലൊരു ക്ലൈമറ്റ് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. നാട്ടിലൊക്കെ രാത്രിയൊക്കെ ചെറിയ തണുപ്പ് വരത്തില്ലേ, ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെയാണ് പേഴ്സണലി എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് അറിയില്ല. ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും ഈ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ. ഇതേ കണ്ടില്ലേ, നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് കൊണ്ടിടുന്ന സ്ഥലമാണിത്. ഇതാ കണ്ടോ, ഇവിടെയായിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. പക്ഷേ ഇത്രയും മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സൊന്നും ഉണങ്ങില്ല. റൂമിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഡ്രസ്സൊന്നും ഉണങ്ങില്ല. എന്തായാലും നമ്മൾ പുറത്തിട്ട് തന്നെയായിരുന്നു ഉണക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഞ്ഞ് കാര്യങ്ങളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് ഉണക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. നമ്മുടെ റൂമിനൊക്കെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. 8 മാസത്തോളമായി ഇപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും കാണിച്ചു തരാം ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയൊന്ന്. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം കാണുന്ന റൂം. ഇതൊരു വളരെ ചെറിയ റൂമാണ് കേട്ടോ. വളരെ ചെറിയ റൂമാണ്. 3 പേർക്ക് താമസിക്കുന്ന ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. അധികം സ്പേസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത്രയും തണുപ്പാണ്. ഇത് വർക്കിംഗ് അല്ല, ഹീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ അത്രയും തണുപ്പ് സഹിച്ച് തന്നെയാണ് ഇവിടെ നിന്ന് കുക്ക് ചെയ്യേണ്ടത്. അർമേനിയയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഫ്രീ അക്കോമഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഏജൻറ്റ് അല്ലെങ്കിൽ കമ്പനി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ലൊരു അക്കോമഡേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാര്യം നല്ലത് തരുന്ന കമ്പനികളുണ്ട്, പക്ഷേ ഇങ്ങനെയായിട്ട് നല്ല ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരുപാട് കമ്പനികൾ നമുക്ക് റൂം തരുന്നുണ്ട്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കാണുമ്പോൾ നമ്മൾ മൈൻഡ് ഔട്ടായി പോരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാം പ്രതീക്ഷിച്ച് കൊണ്ടുവരിക. അപ്പോഴും നമുക്ക് അർമേനിയയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കുറയും. നമ്മൾ ജോലി ചെയ്യാനല്ലേ വരുന്നത്, ജോലി ചെയ്ത് മാക്സിമം നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് എത്രയും സന്തോഷത്തോടെ ഇവിടെ തിരിച്ചു പോവുക. അപ്പോഴും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.